ഭാരതാംബ വിവാദത്തിൽ ഗവർണറും സർക്കാരും തമ്മിലെ പോരുമുറുകുന്നു. നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഗവർണർ. അതേസമയം ഗവർണറുടെ നിലപാടിനെ രാഷ്ട്രീയമായി നേരിടുകയാണ് ഇടതുമുന്നണി. ദേശീയ പതാക കയ്യിലേന്തി എല്ലാ ബ്രാഞ്ചുകളിലും നാളെ CPI വൃക്ഷത്തൈകൾ നടും. ഗവർണറുടെ നടപടി അപലപനീയമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. അതേസമയം വിവാദത്തിൽ മുഖ്യമന്ത്രി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഒരിടവേളയ്ക്ക് ശേഷം ഊഷ്മളമായി പോവുകയായിരുന്ന സർക്കാർ രാജ്ഭവൻ ബന്ധത്തിൽ എസ് ഗുരുമൂർത്തിയുടെ പ്രഭാഷണത്തോടു കൂടിയാണ് ചെറിയ വിള്ളലുകൾ വന്നു തുടങ്ങിയത്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഗുരുമൂർത്തിയുടെ പ്രഭാഷണത്തിന് രാജ്ഭവൻ വേദിയായതിൽ ഗവർണർക്കെതിരെ പരസ്യ വിമർശനം മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായി. അതിനു പിന്നാലെയാണ് കാവിക്കൊടി പിടിച്ചു നിൽക്കുന്ന ഭാരതാംബയുടെ ചിത്രം രാജ്ഭവനിൽ സ്ഥാപിച്ചതിനെ ചൊല്ലി വിവാദം മുറുകുന്നത്. ഗവർണർ ആകട്ടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ഭാരതാംബയുടെ ചിത്രം രാജ്ഭവനിൽ നിന്ന് മാറ്റില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ഗവർണറുടെ നിലപാടിനെ രാഷ്ട്രീയമായി നേരിടാനാണ് LDFന്റെ തീരുമാനം. ഭരണഘടനാ പദവി ദുരുപയോഗം ചെയ്ത ഗവർണറുടെ നടപടി അപലപനീയമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. ഗവർണർ പദവി ആവശ്യമില്ലെന്ന നിലപാട് ആവർത്തിക്കുകയാണ് CPI. ഈ ഗവർണർ പദവി തന്നെ ഇന്ത്യക്ക് ആവശ്യമില്ല എന്നാണ് CPIയുടെ ബേസിക് സ്റ്റാൻഡ്. ഇന്ത്യയുടെ ഭാരതമാതാവിൻ്റെ മാറ്റിക്കൂടാത്ത മുഖച്ഛായ ആ നിലപാട് CPI അംഗീകരിക്കുന്നില്ല. ഗവർണറുടെ നടപടിക്കെതിരെ പ്രചാരണം ശക്തമാക്കുകയാണ് CPI. ഇതിന്റെ ഭാഗമായി ഭാരതാംബയുടെ പ്രതീകം ദേശീയ പതാകയാണെന്ന് ചൂണ്ടിക്കാട്ടി നാളെ എല്ലാ ബ്രാഞ്ചുകളിലും CPI വൃക്ഷത്തൈകൾ നടും. ഇതിനിടെ ഗവർണറെ തിരിച്ചു വിളിക്കണമെന്നാവശ്യപ്പെട്ട് CPIയുടെ രാജ്യസഭാ MP സന്തോഷ് കുമാർ രാഷ്ട്രപതിക്ക് കത്ത് നൽകി. ഗവർണർ നിലപാട് തിരുത്തണമെന്ന് മന്ത്രി V ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. ബഹുമാനപ്പെട്ട ഗവർണർ കാര്യങ്ങൾ അറിയാവുന്ന ഗവർണർ എന്നുള്ള നിലയിൽ അതിൽ പറ്റിയ തെറ്റ് തിരുത്തുന്നതിന് പകരം കേരളത്തെ ആകെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രസ്താവന ഒട്ടും ജനാധിപത്യ മര്യാദയ്ക്ക് യോജിച്ചതല്ല. അതേസമയം മുഖ്യമന്ത്രി വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഗവർണർക്കെതിരെ ശബ്ദമുയർത്താൻ മുഖ്യമന്ത്രിയുടെ നാവ് ഉയരില്ലെന്ന കടുത്ത വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.